ചില പുസ്തകങ്ങൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാകും. അത്തരത്തിലൊന്നാണ് സോർബ ദ ഗ്രീക്ക് എന്ന പുസ്തകം. വായനയെ മറന്നുപോയിടത്ത് നിന്ന് വീണ്ടും ആ മാസ്മരികതയിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഇത്. പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവലായ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവൽ വായിക്കാൻ കാരണമാകുന്നതും അതിൽ സോർബയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഉന്മാദം വരുമ്പോൾ സാന്ത്വരി വായിക്കുന്ന, സങ്കടം വന്നാൽ നൃത്തം ചെയ്യുന്ന, ചുറ്റുമുള്ള മനുഷ്യരിലും മൺതരിയിലുമെല്ലാം തൻ്റെ ആനന്ദത്തിൻ്റെ സാധ്യത തേടുന്ന, ചുറ്റുമുള്ളവരിലെല്ലാം ആനന്ദത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ കഴിയുന്ന സോർബ. ആ സോർബയെ കണ്ടെത്തിയ ആളാണ് കസാൻ സാക്കീസ്. 90കളിൽ കേരളത്തിൻ്റെ സാഹിത്യ മേഖലയിൽ മൾബറി എന്ന പ്രസാധക പ്രസ്ഥാനത്തിൻ്റെ ഉടമയായ ഷെൽവിയുടെ ഡേസിയും ജീവിക്കുന്ന കഥയാണ് ഇത്. ആ കാലഘട്ടത്തിൽ സമകാലീനരായിരുന്ന, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എഴുത്തുകാരും ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരേ സമയം എഴുത്തുകാരനും അന്വേഷകനുമായി ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത ജീവിതത്തിൻ്റെ അടരുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ജീവിത വീക്ഷണം വായനക്കാരന് മുന്നിൽ ചുരുൾ നിവരുകയാണ്. ഈ നോവൽ അദ്ദേഹത്തിൻ്റെ മുൻ കൃതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഖ്യാനാനുഭവമാണ് നൽകുന്നത്. മലയാള പ്രസാധകനായ ഷെൽവിയുടെയും ഭാര്യ ഡേസിയുടെയും ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഡേസിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവൽ വികസിക്കുന്നത്. പുസ്തകങ്ങളെയും പ്രസാധനത്തെയും സ്നേഹിക്കുന്ന വിഷ്ണുവും സ്നേഹയും ഡേസിയെ കാണാൻ വരുന്നതും തൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളിലേക്ക് വീണ്ടും സഞ്ചരിക്കുന്നതുമാണ് ഈ നോവലിൻ്റെ തുടക്കം. അവരുടെ വീട്ടുമുറ്റത്തെ മൾബറി മരം ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. മൾബറി മരത്തിൻ്റെ കാഴ്ചയിലൂടെയും കൂടിയാണ് ഷെൽവിയുടെയും ഡേസിയുടെയും ജീവിതം പറയുന്നത്. പുസ്തക പ്രസാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രസാധകനായിരുന്നു ഷെൽവി. അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചറിയുമ്പോൾ ഇന്നത്തെ പ്രസാധക ലോകത്തെ യാഥാർത്ഥ്യത്തെ ഒരു വേള ഒന്ന് ചിന്തിച്ചുപോയി. പുസ്തകങ്ങളെ ഏറെ സ്നേഹിച്ച, പുസ്തകങ്ങളുടെ ജീവനെ അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസിദ്ധീകരിച്ച മൾബറി പബ്ലിക്കേഷൻസും അതിൻ്റെ ഉടമ ഷെൽവിയുടെ കൂട്ടുകാരിയും പ്രണയിനിയും ജീവിത പങ്കാളിയുമായ ഡേസിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളുമാണ് ഈ നോവലിലൂടെ ഏറെ ഹൃദയസ്പർശിയായി വിവരിക്കുന്നത്. ഷെൽവിയുടെ കഥയ്ക്കൊപ്പം തന്നെ ഗ്രീക്ക് എഴുത്തുകാരനായ കസാൻ സാക്കിസിൻ്റെ ജീവിതവും ഈ നോവലിൽ ഇഴചേർന്ന് പോകുന്നുണ്ട്. ഡേസിയുടെ ഗ്രീസിലേക്കുള്ള യാത്രയും ഒരു ഗൈഡായ ജോർജിയോയുടെ കഥാപാത്രവും ഉപയോഗിച്ച് രണ്ട് വ്യക്തികൾക്കിടയിൽ സമാനതകൾ വരച്ചു വയ്ക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കഥകൾ ഏതാണ്ട് പാരലലായി തന്നെ പറഞ്ഞു പോകുന്നതുപോലെ. അവരെ രണ്ടായി കാണാൻ ആവില്ലല്ലോ. ഡെയ്സിയുടെ സോളോ യാത്രയിൽ കണ്ടുമുട്ടുന്ന ജോർജിയോ എന്ന ഗൈഡിലൂടെയാണ് കസാൻ സാക്കിസിൻ്റെ ജീവിതം പറഞ്ഞു പോകുന്നത്. മൾബറിയും ഷെൽവിയും ഡെയ്സിയും പിങ്കി എന്ന തത്തയും കസാൻ സാക്കിസും സോർബയും ഗ്രീക്ക് യാത്രയും ഇഴചേർന്ന് വായനയുടെ വേറിട്ട ഒരനുഭവമാണ് ബെന്യാമിൻ്റെ പുതിയ നോവൽ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ. ഇതിൽ ഷെൽവിയെ എനിക്ക് ഓർമ്മിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കവിതയിലൂടെയാണ്. ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല, മഴ എൻ്റെ പേരെഴുതിയില്ല, മഴ എൻ്റെ പേര് മായ്ച്ചതുമില്ല, എങ്കിലും മഴ പെയ്തുകൊണ്ടേയിരുന്നു. മറക്കുവാൻ ഞാൻ മഴയിൽ മലർന്ന് ശയിക്കുന്നു, മഴ എന്നെ മടിയിലിരുത്തി മുല നൽകുന്നു. മറക്കുവാൻ മഴയിൽ ഞാൻ മുഴങ്ങുന്നു, മറക്കുവാൻ മഴയിൽ ഞാൻ മുഴങ്ങുന്നു. ഒരാളെ മടുത്തു എന്നതിനർത്ഥം അയാളെ നമുക്ക് സമ്പൂർണമായും മനസ്സിലായി കഴിഞ്ഞു എന്നതാണെന്ന് ഈ പുസ്തകത്തിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മുഴുവനായും നമുക്ക് ആളുകളെ മനസ്സിലാകാതിരിക്കട്ടെ. മനോഹരമായ ഒരു വായനാനുഭവം തന്ന മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവലിനും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിനും ആശംസകൾ. ഇനിയും മികച്ച എഴുത്തുകൾ ഉണ്ടാകട്ടെ.